അവരുടെ മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിമൊഴി ഉണ്ടാവും, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ടാവും, ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുക. അങ്ങനെ പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം അത് കോടതിയുടെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണോ അല്ല ക്രിമിനലുകൾക്ക് വിധേയമായിട്ടാണോ അന്വേഷണം നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. ഇനി എന്തെങ്കിലും അഭിപ്രായം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞോളാം. അന്ന് ഈ ഇതിലുള്ള ദിലീപിനെയൊക്കെ സഹായിച്ച ഒരാൾ ആർ ശ്രീലേഖ ഇന്ന് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഒരഭിപ്രായവും പറയുന്നില്ല. അതേസമയത്ത് സന്ധ്യ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അപ്പീൽ പോകുമെന്ന് പറയുന്നുണ്ട്. സന്ധ്യയാണെന്ന് തോന്നുന്നു ആദ്യം ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ. അവരൊരു ക്രിമിനലാണെന്നും ക്രിമിനലുകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പിന്നെ ദിലീപിന് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ക്രിമിനലുകളാണ് കേസ് നടത്തിയതെങ്കിൽ, അന്വേഷണം നടത്തിയതെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്, അതീവ ഗുരുതരമായിട്ടുള്ളൊരാരോപണമാണ്, ആക്ഷേപമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ്. അഭിപ്രായം പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. സർക്കാർ അതിൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ശിക്ഷിപ്പിക്കുന്നതിനും ശക്തമായിട്ടുള്ള നിലപാടാണ് ആഭ്യന്തര വകുപ്പും പോലീസും സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി കേസുകൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കപ്പെട്ടത്. ആദ്യത്തെ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, നിഷ. അത് ഏതാണ്ട് ഒരു തെളിവുമില്ലാതെ പോയതല്ലേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന്. അതിനുശേഷം എത്രയോ കേസുകൾ നമ്മളെ വിവാദമായിട്ടുള്ള നമ്മുടെ ഗോവിന്ദചാമിൻ്റെ കേസ്, അങ്ങനെയുള്ള കുറേ കേസുകൾ ഗവൺമെൻറ് അന്വേഷിച്ചു. കേരളത്തിലെ പോലീസ് ശക്തമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും രൂപത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല, പോലീസിൻ്റെ അധിപന്മാർക്കോ ഇല്ല. അത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ല. ലെറ്റ് ദി ലോ ഇൻ മോഷൻ. അതാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും, ഈ ശബരിമല കാര്യത്തിലടക്കം. അങ്ങനെ ഒരു നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് ഇന്നേ വരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് അന്വേഷണ വിഭാഗവും സർവതന്ത്ര സ്വതന്ത്ര, ആരും അതിൽ ഇടപെടാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിമിനലുകൾക്ക് വിധേയമായിട്ടാണ് അന്വേഷണം നടന്നത് എന്ന് പ്രിയപ്പെട്ട എൻ്റെ കൂടി നല്ലൊരു സുഹൃത്താണ് അയാൾ, ദിലീപൻ. സിനിമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരോപണവും ആക്ഷേപവും അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിൽ അതിനെ സംബന്ധിച്ച്, അതാണ് ബാലന്റെ പ്രതികരണമാണ് നമ്മൾ തത്സമയം കണ്ടത്.